ഈ പ്രിവ്യൂവിൽ കാണുന്ന പോസ്റ്റേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ പോസ്റ്ററൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ക്യാൻവ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ലാഗ് അടിക്കാൻ നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോവാം. ആദ്യം ക്യാൻവ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇതിൽ നമുക്ക് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിന് വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഈ പിൻട്രസ്റ്റിലും പിന്നെ ഗൂഗിളിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ഇമേജ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണ്. ഇതിൽ യൂസ് ഇൻ എ ന്യൂ ഡിസൈൻ പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള പോസ്റ്റർ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് മാവേലി ആഡ് ചെയ്യാനായിട്ട് ഗാലറി പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജസ് വീണ്ടും വരും. അപ്പോൾ നല്ലൊരു മാവേലിനെ നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം അത് നേരെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഈ മാവേലിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ കറക്റ്റായിട്ട് ഈ മാവേലിൻ്റെ പൊസിഷൻ വേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇനി ഈ മാവേലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി താഴെ BG റിമൂവർ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതാണ്. ഇനി ഈ പോസ്റ്ററിൻ്റെ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അത് ക്യാൻവയിൽ ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് പുറത്തുള്ള ഏതെങ്കിലും ആപ്പിൽ ചെയ്തിട്ട് അത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ ഇതിലേക്കുള്ള ടെക്സ്റ്റ് എലൈറ്റ് മോഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നേരെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഏതിലാണോ ഉണ്ടാക്കിയത് അത് അതിൻ്റെ PNG രൂപത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അഥവാ PNG ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഓക്കെയാണ്. ഇനി ടെക്സ്റ്റിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഈ ടെക്സ്റ്റ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കണം. ഈ പൊസിഷൻ ചെയ്ത് വെച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യും. പിന്നെ പാർട്ടിക്കിൾസും ഈ ടെക്സ്റ്റ് കറക്റ്റായിട്ട് അറേഞ്ച്മെൻറ്റ് അല്ലാത്തതും ആയിക്കഴിഞ്ഞാൽ വെച്ചാൽ അത് കാണാൻ കുറച്ച് ബോറായിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ മാവേലി ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യാനോ ഇനി കളറും കാര്യങ്ങളൊക്കെ കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ അത് ഇതിൽ തന്നെ പറ്റുന്നതാണ്. അതിനുവേണ്ടി ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ അഡ്ജസ്റ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും, അതും ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ, ടിൻറ്റ്, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ് അങ്ങനെ എല്ലാം മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് എങ്ങനെയൊക്കെ കളർ കറക്ഷൻ ചെയ്യണമെന്നുണ്ടോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പാർട്ടിക്കിൾസും ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിന് താഴെ എലമെൻറ്റ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത ശേഷം അതിൽ സെർച്ച് ബാറിൽ യെല്ലോ ഗ്രേഡിയൻറ്റ് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഈ ആപ്പ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പാർട്ടിക്കിൾസും കാര്യങ്ങളും കിട്ടും, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ യെല്ലോ ഗ്രേഡിയൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കുക. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ചുള്ളത്. എന്നിട്ട് ആ പാർട്ടിക്കിൾ സെലക്ട് ചെയ്തിട്ട് താഴെ സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഈ ലെയേഴ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ഇത് നിങ്ങളുടെ ഫസ്റ്റായി കിടക്കേണ്ടതാണ്. അത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ടെക്സ്റ്റിൻ്റെ താഴെ കൊണ്ട് വയ്ക്കുക. ഇനിയൊരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം യെല്ലോ ഗ്രേഡിയൻ്റ് തന്നെ വീണ്ടും സെർച്ച് ചെയ്യുക. വീണ്ടും സെർച്ച് ചെയ്ത ശേഷം അതിൽ ഫസ്റ്റത്തെ കാണുന്ന ഓപ്ഷനിൽ അത് ആഡ് ചെയ്യുക. ഇതാണെങ്കിൽ ചെറുതായിട്ട് ലൈറ്റ് അടിക്കുന്ന പോലെയുള്ള ഫീൽ നമുക്ക് ആ പോസ്റ്റിന് കിട്ടും. ഫസ്റ്റത്തെ പാർട്ടിക്കിൾ പൊസിഷൻ ചെയ്ത ശേഷം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരു സൈഡിൽ കൊണ്ടുവയ്ക്കുക. അത് കറക്റ്റ് ഓപ്പോസിറ്റ് തന്നെ വരുന്നില്ല, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു പക്ക ലുക്ക് കിട്ടുന്ന പോലെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തായിട്ട് എലിമെൻറ്റ്സിൽ ഫയർ പാർട്ടിക്കിൾസ് വന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ച് എങ്ങനെയുള്ള പാർട്ടിക്കിൾസ് വേണമെങ്കിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വേണ്ടിയിട്ട്, നിങ്ങൾ അത് നോക്കി ചെയ്യുക. ഫയർ പാർട്ടിക്കിൾസ് വന്ന് സെർച്ച് ചെയ്യുന്ന ഒരുപാട് ഫയർ പാർട്ടിക്കിൾസ് വരും. അതിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഏതാണോ തോന്നുന്നത് അത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കിയതിൽ വെച്ച് ഒരു പാർട്ടിക്കിൾസ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ പോസ്റ്ററിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന പോലെയാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ചെയ്യാവുന്നതാണ്. ഈ പാർട്ടിക്കിൾ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ താഴെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെയർ വേണ്ടിയൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഈ പാർട്ടിക്കിൾ ഈ മാവിലിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഡ്രാഗ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് കുറച്ച് ഡോട്ട് കാണില്ലേ, അത് പിടിച്ച് ഡ്രാഗ് ചെയ്തതെന്ന് വെച്ചാൽ അവിടേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ച് വയ്ക്കുക. അത് എത്ര വയ്ക്കുമ്പോഴാണോ നിങ്ങളുടെ പോസ്റ്റർ കാണാൻ ഭംഗിയുള്ളത് അതിനനുസരിച്ച് അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സോറി, ഞാൻ അത് മാവിലിൻ്റെ ബാക്കിൽ വെച്ചില്ല, ഞാൻ ഇനി ഒന്നുകൂടെ ഡ്രാഗ് ചെയ്ത് വെക്കാം. നിങ്ങൾ കറക്റ്റ് മാവിലിൻ്റെ ബാക്കിൽ വയ്ക്കുക. അതാകുമ്പോൾ ബാക്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഫീല് ഉണ്ടാവും. ജസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റി എന്ന രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീണ്ടും എലമെൻറ്റ്സ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫയർ പാർട്ടിക്കിൾസ് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിൽ നോക്കിയിട്ട് വേറൊരു ഫയർ പാർട്ടിക്കിളോട് ആഡ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ വെക്കാനാണ്. അത് നമ്മൾ ഒരു സൈഡ് സൈസും അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം അത് നിങ്ങൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ആ പാർട്ടിക്കിൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം അതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഫ്ലിപ്പ് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അതിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾസ് കറക്റ്റായിട്ട് ഫ്ലിപ്പായി വന്നിട്ടുണ്ടാകും. ഇനി അതിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കണം. അതിന് വേണ്ടിയിട്ട് പാർട്ടിക്കിൾ സെലക്ട് ചെയ്യുക. കുറച്ച് താഴെ സ്ക്രോൾ ചെയ്തതിന് വെച്ചാൽ അവിടെ ലെയർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 പാർട്ടിക്കിളും
ഈ നമ്മുടെ നേരത്തെ യെല്ലോ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്തില്ലേ അതിന് തൊട്ട് മുന്നിലായിട്ട് ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്ത് പാർട്ടിക്കിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇനി ഒരു ഫയർ പാർട്ടിക്കിൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആഡ് ചെയ്തിട്ട് ആ ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെക്കേണ്ടത്, കുറച്ച് സൈഡിലായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇനി നിങ്ങളുടെ പേരോ നിങ്ങളുടെ കോളേജിൻ്റെ സ്കൂളിൻ്റെ ഒക്കെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ടെക്സ്റ്റ് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത ശേഷം അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എന്താ വെച്ചാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ പേജിൻ്റെ പേരാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത ശേഷം ഇതിന് ഫോണ്ട് നോക്കണം. ഇതിൻ്റെ ഫോണ്ടിന് വേണ്ടിയിട്ട് ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇമ്പാക്റ്റ് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ ഫോണ്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതൊക്കെ നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ചുള്ള എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ കളർ മാച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫോണ്ടിന് അതേ കളർ കൊടുക്കാൻ നോക്കുക. അതിനുശേഷം താഴെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ എഫക്ട്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് പ്രീസെറ്റ് പോലെ സംഭവങ്ങളുണ്ടാവും. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിന് ഏതാണോ മാച്ച് ആയി തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ നിയോൺ പറഞ്ഞ എഫക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടെക്സ്റ്റിലെ കളറൊന്നും മാറ്റുന്നത് സംഭവം കണ്ടില്ലേ, ഈ ടെക്സ്റ്റിന് മാച്ച് ആയിട്ടുള്ള കളറല്ല. അപ്പോൾ നമുക്കിതിലൊരു യെല്ലോ കൊടുക്കാം. രണ്ട് ടെക്സ്റ്റിന് യെല്ലോ കളർ, അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. അതിനുശേഷം എഫക്ട്സ് ഓപ്ഷനിൽ ഈ തൊട്ടപ്പുറത്ത് ഷേപ്പ് പറഞ്ഞിട്ടില്ലേ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കർവ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റിന് എത്ര കർവ് വേണം, ഏത് പൊസിഷനിലാണ് നിൽക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത ശേഷം താഴെ ലെയർ ഓപ്ഷൻ ഉണ്ടാവും. ലെയർ ഓപ്ഷനിൽ കയറിയിട്ട് ആ ടെക്സ്റ്റ് ഈ നമ്മുടെ മാവേലി ഇമേജ് ഇല്ലേ അതിൻ്റെ തൊട്ട് ബാക്കിൽ കൊണ്ട് വെക്കുക. ഇതും കൂടി ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ പോസ്റ്ററിൻ്റെ സിമ്പിൾ ഐഡിയൻ്റെ ഒപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ചേർന്നതെന്ന് വെച്ചാൽ പക്കാ സാധനമായിട്ട് വെളി വരും. ഇനി ഈ പോസ്റ്റർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത ശേഷം ഡൗൺലോഡ് കൊടുക്കുക. അതിൽ സൈസ് ഫുള്ളാക്കി കൊടുത്ത ശേഷം സേവ് ഡൗൺലോഡ് സെറ്റിങ്സ് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റർ റെഡിയായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന അപ്കമിങ് എഡിറ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.